എന്നാൽ എന്താണ്? സെക്സ് എന്ന വാക്കിനെക്കുറിച്ച് ഒരു ഓപ്പൺ ഡിസ്കഷൻ നിങ്ങളുടെയൊക്കെ വീടുകളിലോ ക്ലാസ് റൂമുകളിലോ ഒക്കെ നടക്കാറുണ്ടോ? സെക്സ് എന്ന വാക്ക് ഒരു ടാബു ആയി മാറിയിട്ടുണ്ടോ? ഈ വാക്കിനെക്കുറിച്ച്, സെക്സിനെക്കുറിച്ച് ഒരു വ്യക്തത നൽകുകയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ. നമ്മോടൊപ്പം ബാബു സാർ ഉണ്ട്, അതുപോലെ തന്നെ റിയ ഉണ്ട്. ഞാൻ റിയയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. റിയ, നിങ്ങളുടെയൊക്കെ സർക്കിളിൽ ഏത് ഗ്രൂപ്പ് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ഈ വാക്ക് സെക്സ് വളരെ നോർമലൈസ്ഡ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. സെക്സ് എന്ന വാക്ക് കൂടുതലായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറ് പിയർ ഗ്രൂപ്പുകളിലാണ്. ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാണ് ഈ സെക്സ് എന്ന വേർഡിനെ പറ്റി ഡിസ്കഷനും കാര്യങ്ങളൊക്കെ പോകാറുള്ളത്. പക്ഷേ അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടാണോ നിങ്ങൾ ഡിസ്കസ് ചെയ്യാറ്? യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് കൃത്യമായി പറയാൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അത് പല തരത്തിലായിട്ടുള്ള ഡിസ്കഷനിലോട്ടാണ് പോവാറ്. അത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ പോലെ അത് ജെൻഡർ എന്ന രീതിയിലോട്ടാണോ എന്ന് സംശയിക്കാറുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബയോളജിക്കൽ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലോട്ട് മാത്രമാകാറോ എന്നും ചിന്തിക്കാറുണ്ട്. സർ, റിയയ്ക്കുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് അതല്ലേ? റിയയ്ക്ക് ഉള്ള ചോദ്യം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകർക്കും ഉള്ള ഒരു സംശയമാണ്. പ്രത്യേകിച്ച് നമ്മൾ ജെൻഡർ ഐഡിയോളജി ഡീൽ ചെയ്യുമ്പോഴേ ഈ സെക്സ് എന്താണ്, ജെൻഡർ എന്താണ്, അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് രണ്ടും തമ്മിൽ രണ്ടും ഒന്നാണോ രണ്ടാണോ എന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ആതിര ചോദിച്ച ചോദ്യം, ഇതൊരു ടാബു ആണോ സെക്സ് എന്നുള്ള വാക്ക്? പക്ഷേ ഇന്നും നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയുടെ എഫക്റ്റും അതുപോലെ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് വ്യക്തിപരമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ പേരൻസും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഡിസ്കഷനിൽ ഒരു നല്ല ശതമാനം പേരൻസും ഇതിനെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കാൻ മടിക്കുന്ന വ്യക്തികളാണ്, ഇല്ലേ? റിയക്ക് എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? തീർച്ചയായും എൻ്റെ ഫ്രണ്ട് സർക്കിളുകളിൽ നിന്നൊക്കെ അത് കേട്ടിട്ടുണ്ട്. വീട്ടിൽ സ്വാതന്ത്ര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പിയർ ഗ്രൂപ്പുകളിൽ ഒരു പക്ഷേ അവർ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുമായിരിക്കും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ക്ലാസ് റൂമുകളിൽ പലപ്പോഴും നമ്മൾ ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ഡിസ്കഷൻ ആണെങ്കിലും, പക്ഷേ ഞാനത് ജനറലി ഇല്ല എന്ന് പറയുന്നില്ല, ഒരു കുറഞ്ഞ ശതമാനമെങ്കിലും ടീച്ചേഴ്സും പേരൻസും ഒക്കെ അവർ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മജോറിറ്റി വരുന്നവരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡിസ്കസ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ ക്യൂരിയസ് ആണ്. പ്രത്യേകിച്ച് ഈ ഓവർലി സെക്ഷലൈസ്ഡ് ഒരു ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അവർക്ക് ഒത്തിരി ക്യൂരിയോസിറ്റി വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവർ ഗൂഗിള് അല്ലെങ്കിൽ മറ്റുള്ള വെബ്സൈറ്റുകൾ, ഇപ്പം ഈ സെക്സിനെ കുറിച്ച് ആദ്യമായിട്ട് പഠിക്കാൻ പോയി അതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്ത് പോണോഗ്രഫി വെബ്സൈറ്റിലേക്ക് പോയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പിന്നെ ഷെയറിങ് വരെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റായ ഒരു ഡിറക്ഷനിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കുടുംബങ്ങളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അപ്പോൾ സെക്സിനെ കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മളിൽ നിന്ന് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളിലും പഠനങ്ങളിലുമൊക്കെ പേരൻസാണ് പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ്, സെക്ഷൽ എഡ്യൂക്കേറ്റേഴ്സ് കുഞ്ഞുങ്ങളുടെ. അവരുടെ റെസ്പോൺസിബിലിറ്റി, പ്രൈമറി റെസ്പോൺസിബിലിറ്റി പേരൻസിനാണ്. പക്ഷേ ഇന്ന് നമ്മളത് നടക്കുന്നില്ല. അതിന് പകരം നമ്മൾ സോഷ്യൽ മീഡിയയും നമ്മുടെ പിയർ ഗ്രൂപ്പുകളും അതുപോലെ അറിവില്ലായ്മ കൊണ്ട് കറങ്ങുന്ന പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങളുമാണ് ഇവരെ വഴിതെറ്റിക്കാനായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. സാർ, ഒരു പക്ഷേ നമുക്കിപ്പോൾ കുറച്ച് ഓപ്പൺ ഡിസ്കഷൻസ് വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഈസി അല്ലേ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട്? അത് വളരെ വ്യക്തമായിട്ട് അത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സെക്സിനെ കുറിച്ച് ഓപ്പണായിട്ട് വീട്ടിൽ കുഞ്ഞുങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ള പേരൻസും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങൾക്കും ഒരു കോൺഫിഡൻസ് വരും നമ്മളിൽ. അപ്പോൾ ഇപ്പോൾ പലർക്കും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ അടുത്ത് ഓപ്പണായിട്ട് വന്ന് ചോദിക്കാൻ മടിയാണ്. അവർക്ക് സംശയങ്ങൾ ഒരുപാടുണ്ട്.
അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, പക്ഷേ അവർക്ക് ചോദിക്കാൻ മടിയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പേരൻസിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. അതുപോലെ ഞാൻ റിയയോട് വേറൊരു കാര്യം, നമ്മൾ ആരംഭത്തിൽ റിയ പറഞ്ഞു നിങ്ങൾ പിയർ ഗ്രൂപ്പുകളിൽ ഡിസ്കസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിയർ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സെക്സ് എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ ആ വാക്ക് കേൾക്കുമ്പം തന്നെ? ഞാനിത് പല ഗ്രൂപ്പുകളിലും പല അവസരങ്ങളിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ പലരും വളരെ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഉത്തരവ് അതിനെക്കുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് സെക്സ് എന്ന് കേൾക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത എന്താ? കൂടുതലായിട്ടും നമ്മൾ പുറമേ നിന്നൊരു സെക്സ് എന്നൊരു വേർഡ് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു തരം അപകർഷതാബോധം, എന്താ പറയാന്ന് എനിക്കറിയാം. അത് എന്തുകൊണ്ടാണ് അപകർഷതാബോധം? എന്തോ ഒരു മടി, ഒരു ഭയം? എനിക്ക് തോന്നുന്നത് അത് സെക്സ് എന്നുള്ള വാക്ക് എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഒരു സെക്ഷൽ ആക്ടിവിറ്റി. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പം നമ്മൾ ഈ സെക്ഷൽ ആക്ടിവിറ്റിയാണ് സെക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് നമ്മുടെ പോണോഗ്രഫി കൾച്ചർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ പിന്നീട് ഹിസ്റ്ററി കാണുമ്പോൾ അറിയാം. 1950കളിൽ അതുപോലെ പോണോഗ്രഫി വളരെ ശക്തമായിട്ട് വളർന്നു വന്നപ്പോൾ 1960കളിൽ സെക്ഷൽ റെവല്യൂഷൻ വളരെ ശക്തമായി കടന്നു വന്നപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ മനസ്സിൽ ഈ സെക്സ് എന്നുള്ളത് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലഷർ ഗീവിങ് മീൻസ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ അതിനെ അങ്ങ് ചുരുക്കി. ഇതാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ തിയോളജി ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന അതാണ്. അത് ഒരു വേറൊരു ഡിറക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അതാണ് ഒരു കാരണം എന്തുകൊണ്ട് നമ്മൾ കുടുംബങ്ങളിലൊക്കെ സെക്ഷൽ ആക്ടിവിറ്റിയെക്കുറിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ നോബഡി ലൈക്സ്. അതിനെ നമ്മൾ ടാബു എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ആ കാലഘട്ടം എല്ലാം നമുക്ക് മാറി ശരിക്കും ഈ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിലൂടെ നമുക്കത് വ്യക്തത കിട്ടിക്കഴിയുമ്പോൾ കുഞ്ഞുങ്ങളോട് ഓപ്പണായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത് പോലെ എന്താണ് സെക്സ് എന്നുള്ളതിൻ്റെ ഡിക്ഷണറി മീനിങ്. ആദ്യം നമ്മൾ അതിൻ്റെ ഡിക്ഷണറി മീനിങ്ങിലേക്ക് പോവുക. അപ്പോൾ ഡിക്ഷണറി മീനിങ് സെക്സ് എന്ന് പറഞ്ഞാൽ 3 അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ആദ്യത്തെ അർത്ഥം എല്ലാ ജീവജാലങ്ങളിലെയും പോലെ മനുഷ്യവംശത്തിലെയും അംഗങ്ങളെ അവരുടെ പ്രത്യുൽപാദന അവയവങ്ങളെയും അവയുടെ ഘടനയെയും ആസ്പദമാക്കി ഒന്നിൽ സ്ത്രീയായിട്ട് അല്ലെ പുരുഷനായിട്ട് കണക്കാക്കുന്നു. അതാണ് ഒരർത്ഥം. എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ നമ്മുടെ ജെനിറ്റൽസ്, ലൈംഗിക അവയവങ്ങളുടെ ബേസിസിൽ സ്ത്രീയായിട്ട് പുരുഷനായിട്ട് വ്യക്തികളെ വേർതിരിക്കുന്നു. അതാണ് ഒരർത്ഥം. അപ്പോൾ രണ്ടാമത്തെ ഡിക്ഷണറി അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരാണായി അല്ലെ പെണ്ണായി ഇരിക്കുന്ന അവസ്ഥ, ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് മെയിൽ ഓർ ഫീമെയിൽ. ഇനി മൂന്നാമതൊരർത്ഥം കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രൂപ്പായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ പറയുമല്ലോ പശുക്കൾ, പശുവിനെന്തോ നമ്മൾ പറയുന്നത്, അത് സ്ത്രീകളല്ലേ, അവരെ ഒരു കൂട്ടമായിട്ട് നമ്മൾ പശു അല്ലെ കാളകൾ. അപ്പം കൗ എന്ന് പറയുമ്പോൾ അത് നാച്ചുറലി ഫീമെയിൽ, ആ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പറയും. അല്ലെ ബുൾ എന്ന് പറയുമ്പോൾ അത് മെയിലാണ്, മെയിൽ കാറ്റിലാണ്, അതിന് നമ്മളൊരു ഗ്രൂപ്പായിട്ട് പറയും. അപ്പോൾ ഈ ഒരു 3 ഡിക്ഷണറി മീനിങ് ആണ് നമുക്ക് ഈ ഡിക്ഷണറിയിൽ നിന്നും സെക്സ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മൂലപദം എന്ന് പറയുന്നത് സെക്സൂസ് എന്നുള്ള വാക്കിൽ നിന്നാണ്. അതൊരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് അതിൻ്റെ മൂലപദം എത്തിമോളജി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ പദത്തിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ്, സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ ആയിരിക്കുന്ന അവസ്ഥ. അതാണ് അതിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിൽ നിന്നാണ് അത് ഉണ്ടായിരിക്കുന്നത്. which means മൂലപദത്തിൻ്റെയും സെക്സ് എന്ന വാക്കിൻ്റെയും അർത്ഥം ബീയിങ് എ മെയിൽ ഓർ ഫീമെയിൽ എന്ന് തന്നെ. ബീയിങ് എ മെയിൽ ഓർ ഫീമെയിൽ, സ്ത്രീയോ പുരുഷനോ ആയിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്, അതിനാണ് നമ്മൾ പിന്നെ സെക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതേ ആശയം തന്നെയാണ് കത്തോലിക്ക സഭയും സ്വീകരിച്ചിരിക്കുന്നത്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് കാരണം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സെക്സിനെ കുറിച്ച്, സെക്ഷുവാലിറ്റിയെക്കുറിച്ച് വളരെ മനോഹരമായി പറഞ്ഞിട്ടുള്ളത് കത്തോലിക്ക സഭ അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ പല പഠനങ്ങളിലും പറയാറുണ്ട്, പോണോഗ്രഫിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അത്
മനുഷ്യനെ ഒരുപാട് ഓപ്പണായിട്ട് കാണിക്കുന്നതല്ല, ന്യൂഡായിട്ട് കാണിക്കുന്നതല്ല, പിന്നെയോ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ചെറിയൊരംശം മാത്രമേ ഈ പോണോഗ്രഫിയിൽ ന്യൂഡ് പിക്ചേഴ്സിലോ അവരുടെ ആക്ടിവിറ്റികളിലോ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയേക്കാൾ ഉപരി, ഓഫ് കോഴ്സ് അത് ബയോളജിക്കലാണ്, അതിനേക്കാൾ ഉപരി അത് വളരെ വളരെ ട്രാൻസെൻഡൻ്റ് ആയിട്ടുള്ള, അത് കത്തോലിക്ക സഭയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയും വിശുദ്ധ പൗലോസ് ലീഗയും ഒക്കെ പറയുന്നത് അതൊരു മേഗാ മിസ്റ്ററിയാണ്. അപ്പം ഈ ഒരു മേഗാ മിസ്റ്ററി ദൈവം നമ്മളെ ആണായി പെണ്ണായി സൃഷ്ടിച്ചപ്പോഴേ നമ്മുടെ ശരീരത്തിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. ജനസിസ് 1:27 ഇതാണ് നമ്മുടെ കത്തോലിക്ക പഠനത്തിൻ്റെ ഏറ്റവും ഫൗണ്ടേഷനായിട്ടുള്ള ഒരു ദൈവവചനം. ഉൽപ്പത്തി 1:27 അതായത് ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, ആ സ്ത്രീയും പുരുഷനുമായി അവിടുന്ന് അവരെ സൃഷ്ടിച്ചു. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെയും ഏറ്റവും ഫൗണ്ടേഷണലായിട്ടുള്ള ഒരു വചനം നമുക്കെടുത്ത് പറയുകയാണ്. അപ്പോൾ ഇത് ശരിക്കും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതിനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലെ ലൈംഗികത എന്നത് നാം സ്ത്രീ പുരുഷന്മാരായിരിക്കുന്ന ഒരവസ്ഥ. അത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിനാണ് പിന്നീട് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ത്രിത്വൈക ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും നമ്മുടെ സെക്ഷുവാലിറ്റിയിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ആണായി പെണ്ണായി ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു മേഗാ മിസ്റ്ററി നമ്മുടെ സെക്ഷുവാലിറ്റിയിൽ സ്റ്റാമ്പ് ചെയ്തിട്ടാണ് നമ്മളെ ആണായി പെണ്ണായി ലോകത്തിലേക്ക് വിട്ടത്. ഇതൊരു പക്ഷേ നമ്മൾ മനസ്സിലാക്കാതെ ഇത് വെറും ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് എടുത്തു മാറ്റി എനിക്കെന്തോ തോന്നുന്നു അതാണ് എൻ്റെ ജെൻഡർ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവം തന്നിരിക്കുന്ന പലതിനും നിഷേധിക്കുന്ന, ശരിക്കും ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരു ഐഡിയോളജിയാണ് ഈ ജെൻഡർ ഐഡിയോളജി എന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ഈ സെക്സ് അതുപോലെ തന്നെ ജെൻഡർ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണെന്നാണ് ഞങ്ങളൊക്കെയും സോഷ്യൽ മീഡിയകൾ വഴിയൊക്കെ കേട്ടിരിക്കുന്നത്. റിയ, ഞാൻ അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് വരും. ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. കാരണം സെക്സ് നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ആക്ടിവിറ്റി മാത്രമല്ല, ഇറ്റ് ഗോസ് ബിയോണ്ട്. അതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വീണ്ടും അവിടെ സ്ക്രീനിൽ കാണാം. ലൈംഗികത ഒരു പാവനമായ വിളിയും അവസ്ഥയുമാണ്. ഇറ്റ് ഈസ് എ കോൾ ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഒരു ഹോളി ബീയിങ്. ആ ഒരു സ്റ്റേറ്റുമാണ്. അദ്ദേഹം പറയുന്നു സഭയുടെ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലൈംഗികത ഒരു പാവനമായ വിളിയും അവസ്ഥയുമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള വിളി? ഈ ദൈവത്തിൻ്റെ ത്രിത്വൈക ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ ആണോ പെണ്ണോ ആയിരിക്കാനുള്ള ഒരു വിളി. അതാണ് ആ വിളി. എന്തിനാണ് ആ വിളി? വീണ്ടും നമ്മളതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഈ ത്രിത്വൈക ദൈവത്തിൽ നടക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ക്രിയേറ്റഡ് വേർഷൻ ഈ ലോകത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീയും പുരുഷനുമായി അവരെ വിവാഹത്തിലൂടെ ഒന്ന് ചേർന്ന്, ബൈബിളിൽ പറയുന്നു അവർ വൺ ഫ്ലഷ് യൂണിയൻ, അവർ പിന്നീട് രണ്ടല്ല ഒന്നാണ്. ത്രിത്വൈക ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ സ്നേഹത്തിൻ്റെ ഒരു ക്രിയേറ്റഡ് വെർഷൻ ഈ ലോകത്തിൽ തന്നെ. അത് ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ധാരാളം പ്ലാനുകളുണ്ട്, അത് നമ്മൾ പിന്നീട് കാണും. അതിനുള്ള ഒരു വിളിയും ഒരവസ്ഥയുമാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ സെക്സിനെ കുറിച്ച് വളരെ, നിങ്ങൾ പിയർ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലോ ഒക്കെ സെക്സ് എന്ന് പറഞ്ഞാൽ വെറും നീചമായ, അല്ലെങ്കിൽ വെറും ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ, അല്ലെങ്കിൽ വെറും ഒരു തമാശൻ്റെ ഒരു ആസ്പെക്റ്റ് ആയിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയും സെക്യുലർ കൾച്ചറും ഒക്കെ ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സർ, അതിൻ്റെ പിറകിലെ അങ്ങനെ സെക്യുലർ കൾച്ചർ ഈ സെക്സിനെ ഒരു മിയർ പ്ലഷർ ഗിവിങ് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു തിങ് ആയിട്ട് മാറ്റുന്നതിൻ്റെ പിറകിൽ ഒരു കാരണം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. എല്ലാ ഐഡിയോളജിയും അതായത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു യൂസ് ആൻഡ് ത്രോ കൾച്ചറാണ്. യൂട്ടിലിറ്റേറിയൻ കൾച്ചർ എന്ന് പറയും. അപ്പോൾ ഇന്ന് അത് ആരുടെയും കുറ്റമല്ല.
റിലേറ്റീവ്സും അങ്ങേയറ്റം നമുക്ക് അതിൻ്റെ ക്ലൈമാക്സിൽ പോയിരിക്കുന്നു. അതുപോലെ തന്നെ ജെൻഡർ ഒരുപാട് ഐഡിയോളജിയും ഒരുപാട് ഇസംസും നമുക്ക് നമ്മുടെ ചുറ്റും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. അതായത് മനുഷ്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, ഇപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇന്ന് ചെറുപ്പക്കാർ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മൈ ബോഡി, മൈ ഫ്രീഡം. എനിക്ക് എൻ്റെ ശരീരം ആരോട് എങ്ങനെ പങ്കുവെക്കണമെന്നുള്ളത് എൻ്റെ ചോയ്സാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്ലഷർ ഇതിൻ്റെ അൾട്ടിമേറ്റ് ഗോളായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മൾ വ്യക്തികളെ ഉപയോഗിക്കാൻ തുടങ്ങും. ഒരു സാധനം ഉപയോഗിക്കുന്നത് പോലെ വ്യക്തികളെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ യൂട്ടിലിറ്റേറിയൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അങ്ങ് മാറും. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. എനിക്ക് പ്ലഷർ ഗീവിങ്ങിനുള്ള ഒരു മീൻസ് ആയിട്ട് ഞാൻ എന്താണ് മനുഷ്യരെ ഉപയോഗിക്കാൻ തുടങ്ങും. അവിടെയാണ് ഇമ്മൊറാലിറ്റിയും ഡിസോർഡേഴ്സും ഒക്കെ വരുന്നത്. അത് പിന്നീട് നമ്മൾ കാണും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയാണ് ഒരു ദേശത്തിനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോ പറ്റുന്ന ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള തകർച്ച എന്ന് പറയുന്നത്. ഇമ്മോറൽ കൺഫ്യൂഷൻസ്, റിലേറ്റീവിസം, ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. റിലേറ്റീവ്സ്, ഇപ്പം ഞാൻ ശരിയെന്ന് പറയുന്നത് നീ ശരിയെന്ന് പറയണ്ട, നീ ശരിയെന്ന് പറയുന്നത് ഞാൻ ശരിയെന്ന് പറയണ്ട. ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. സർ, നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഇമ്മോറൽ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോഴേ. ഇമ്മോറൽ കൺഫ്യൂഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു തരത്തിലുള്ള ഒരു മോറൽ കൾപ്പബിലിറ്റി മനുഷ്യർക്കില്ല. ഇന്ന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പല സിറ്റികളിലും ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ യൂത്ത് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് ലിവിങ് ടുഗദർ വളരെ കോമൺ ആണ്. പ്രത്യേകിച്ച് സിറ്റികളിൽ ഈ ദൂരെ നിന്നൊക്കെ കുട്ടികൾ പഠിക്കാനായിട്ട് സിറ്റികളിൽ, ഞാനിത് എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല കേട്ടോ, അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും അവർ സ്ത്രീയും പുരുഷനും അവർ സ്വന്തം ഇഷ്ടത്തിന് അവരൊന്നിച്ച് താമസിക്കുക. അപ്പോൾ ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് അത് വെറുതെ ചുമ്മാ അതൊരു റൂം ഷെയർ ചെയ്യുന്നതല്ല, അവർ ശരീരവും ഷെയർ ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് എനി റെസ്പോൺസിബിലിറ്റി, വിത്തൗട്ട് എനി കമ്മിറ്റ്മെൻറ്റ്. ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, മ്യൂച്വൽ കൺസെൻറ്റിൽ. കാരണം നമ്മൾ നിയമം ആർക്കും ഇന്ന് നിയമം അതിന് അവർക്ക് അനുകൂലമാണ്. മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം, യാതൊരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടികളും ഉണ്ടാകുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എവിടെയാണ് മൊറാലിറ്റിയുടെ പ്രശ്നം വരുന്നില്ല, മനസ്സ് മരവിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പല കൺഫ്യൂഷൻസ്. അപ്പോൾ ഈ മോറൽ കൺഫ്യൂഷൻസ് എന്ന് പറഞ്ഞത് ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടൊരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ, അവരുടെ ശാരീരിക ബന്ധത്തിൻ്റെ ഫലമായിട്ടൊരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ എന്താ അവർ ചെയ്യാൻ പോകുന്നത്? അതിനെ കൊന്നു കളയുക, അബോർഷൻ്റെ പേരിൽ. സി ദർ ആർ ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ്. അത് ഹൈഡ് ചെയ്യാനായിട്ട്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്യാനായിട്ട് ഒന്നിനു പുറകെ ഒന്നായി മനുഷ്യൻ കൺഫ്യൂസ്ഡ് ആവും. മനസ്സിലായില്ലേ? അത് ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ തകർക്കാനായിട്ട്. അതാണല്ലോ നമ്മൾ ജെൻഡർ ഐഡിയോളജിയുടെ ഒരു വലിയ ഗോള് നമ്മൾ പറയുന്ന അതാണ്. ഈ ജെൻഡർ ഐഡിയോളജി എല്ലാ കൺഫ്യൂഷൻസും, അപ്പം സെക്സും ജെൻഡറും രണ്ടാണ്. നീ ആണായിരിക്കുക പെണ്ണായിരിക്കുക, അല്ലെ നിൻ്റെ ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത് നത്തിങ് ടു ഡു വിത്ത് യുവർ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ, എൻ്റെ ഐഡൻറ്റിറ്റി എനിക്ക് വ്യക്തമല്ലെങ്കിൽ, അല്ലെ എൻ്റെ ഐഡൻറ്റിറ്റി അതല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ അതിനെ മാനിക്കുന്നത്? ഞാൻ ആണായിരിക്കുന്ന എൻ്റെ ജെനിറ്റൽ ഓർഗൻസ് കൊണ്ട് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ആണാണ്, ഞാൻ പെണ്ണാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിനെ മാനിക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് ഐ ക്യാൻ യൂസ് ഇറ്റ് ലൈക്ക് എ ഒബ്ജക്റ്റ്. എൻ്റെ പ്ലഷറിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ പ്ലഷറിന് വേണ്ടിയിട്ടോ എനിക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ആ യൂസ് ആൻഡ് ത്രോ കൾച്ചറിലേക്ക് നമ്മൾ ഒരുപാട് ആഴത്തിൽ ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഇന്ന് കോളേജുകളിലും സിറ്റികളിലും കാണുന്ന ഈ കൺഫ്യൂഷൻസ് ഞാൻ പറഞ്ഞത്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ലിവിങ് ടുഗദർ. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇത് പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് ദൈവം നമ്മളിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ഒരു വലിയ ശക്തിയാണ്, ഒരു സ്നേഹത്തിൻ്റെ ശക്തിയാണ്, സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും ഒരു ശക്തിയാണ്. ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽ അത് ദൈവം പ്ലാൻ ചെയ്തതാണ് ഈ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അതൊരു മെഗാ മിസ്റ്ററി എന്ന് അതിനെ വിളിച്ചത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എന്താണ് നമ്മുടെ സെക്ഷുവാലിറ്റിയിൽ ദൈവസ്നേഹ ത്രിത്വൈക ദൈവത്തിൻ്റെ നിഴലുണ്ട്.
ആ നിഴൽ പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് വിവാഹത്തിലൂടെ, ഒരുപക്ഷെ ഉദാശപരമായിട്ടുള്ള വിവാഹമാകാം, നാച്ചുറൽ മാരേജ് ആകാം, ഇതിലൂടെ സ്ത്രീയും പുരുഷനും ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് എടുത്ത് അവരൊരുമിച്ച് വന്ന് അവർ ജീവിച്ച് ആ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അതിനെ വളർത്തി ഒരു നല്ല ഫാമിലി, ഒരു സൊസൈറ്റി, ഇതൊക്കെ വാർത്തെടുക്കുവാൻ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ സ്ത്രീയും പുരുഷനുമായിട്ട്. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ സ്ത്രീയും പുരുഷനുമായിട്ട് ദൈവം നമ്മളെ അങ്ങനെ ഒരു പർപ്പസോടുകൂടി അല്ലായിരുന്നു വരികിൽ ശരിക്കും സ്ത്രീകളുടെ ശരീരം പുരുഷന്മാരുടെ ശരീരം നമ്മൾ അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി മീനിങ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരത്തിന് ശരിക്കുള്ള അർത്ഥം വരുന്നത് അവരെ ഒരുമിച്ച് കമ്മിറ്റ്മെൻ്റ് എടുത്ത് വിവാഹത്തിലൂടെ അവരൊരുമിച്ച് ദേ ബിക്കം വൺ ഫ്ലഷ് യൂണിയൻ. നമ്മുടെ ആർക്കിടെക്റ്റ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നതും അങ്ങനെ തന്നെ. എന്നിട്ട് അവരൊരു കൊച്ചു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ദൈവത്തിൻ്റെ പ്രക്രിയയിൽ നമ്മൾ പങ്കുകാരാകുക. അതുകൊണ്ടാണ് വി ആർ പ്രോക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജെൻഡർ ഐഡിയോളജിയിൽ നമ്മളെന്താ പറയുന്നത്? നമ്മൾ ക്രിയേറ്റേഴ്സായിട്ട് മാറുക. ഐ ക്യാൻ ബി ദ ക്രിയേറ്റർ ഓഫ് മൈ ഓൺ ഐഡൻറ്റിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് എന്ത് വേണേലും എന്നെക്കുറിച്ച് എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. സെക്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ പരിപാവനമാണ്, അത് നമ്മളായിരിക്കുന്ന അവസ്ഥയാണ്, അത് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കുള്ള നമ്മുടെ ഒരു വലിയ ഒരു വിളിയുടെ ഭാഗമാണ്. ദൈവത്തിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ആവിഷ്കരണമാണ്. സർ, നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമേ, ഈ വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വിളിയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ട് അല്ലേ? നമ്മുടെ ഒരു യൂണിയനിൽ ദൈവവും കൂടെ പങ്കുചേരുന്നുണ്ട്, അല്ലെങ്കിൽ ആ യൂണിയനിൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ദൈവവും ദൈവത്തിൻ്റെ ചൈതന്യവുമാണെന്നുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുമ്പോഴാണ് ഈ പ്ലഷർ നമ്മുടെ പ്രൈമറി ഗോളാവും. പ്ലഷർ പ്രൈമറി ഗോൾ ആവുമ്പോൾ മനുഷ്യരെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങും. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇന്ന് നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിക്കേ, ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്കെതിരായിട്ട് ഉള്ള റേപ്പ് കേസുകളെ, ആക്രമണങ്ങൾ, ഇതെല്ലാം എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ അതിനെ പൂർത്തിയാക്കാനായിട്ട്, അതിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, അതിൻ്റെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ആ സ്ത്രീയെ ഉപയോഗിക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വളരെ ഹീനമായിട്ടുള്ള റേപ്പ് കേസുകളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൾച്ചറിനെ നമുക്ക് ഇവാഞ്ചലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സെക്സിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എന്താ പ്രശ്നം? നമ്മുടെ വീട്ടിൽ സെക്സിനെ കുറിച്ച് കുഞ്ഞുങ്ങളോട് വളരെ ഓപ്പണായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അവരോട് പറയാം, ഇത് ദൈവം നമ്മളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന, സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മേഗാ മിസ്റ്ററിയാണ്. ആ മിസ്റ്ററി ഇതാണ്. അതിൻ്റെ കറക്റ്റ് സമയമാകുമ്പോൾ ദൈവം വിവാഹത്തിലൂടെ സ്ത്രീയെയും പുരുഷനെയും ഒരുമിപ്പിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ആവിഷ്കരണം അവിടെ നമ്മൾ പൂർത്തിയാക്കുക. അപ്പോൾ ഈ ഒരു അവബോധം നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാകും. കാരണം ഇന്ന് യൂത്തിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നവർക്കറിയാം, പ്രീമാരിറ്റൽ സെക്സ് ഒരു കോമൺ കാര്യമായിട്ട് മാറിയിരിക്കുക. അത് അവരെ സംബന്ധിച്ചിടത്തോളം ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഓൺലി എ മാറ്റർ ഓഫ് ഫ്യൂ മിനിറ്റ്സ് ഓർ ഫ്യൂ അവേഴ്സ്. വാട്ട് ഈസ് എ ബിഗ് ഡീൽ? അതിനെന്തിനാ സഭ വരുന്നത്? എന്തിനാ അതിനകത്തിൽ ഇൻ്റർഫിയർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ഫ്രീഡം, മൈ ബോഡി മൈ ഫ്രീഡം. ഇത് അവരുടെ ഡിക്റ്റം അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അതുപോലെ തന്നെ ബോഡിയെ നശിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണിന്ന് നമ്മുടെ ചുറ്റും ഉള്ളത്. ഈ നമ്മുടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഈ സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നിന്നും മാറ്റി നിർത്താവുന്ന ഒരു ചെറിയ ഒരു ജെനിറ്റൽ ഓർഗൻസോ അങ്ങനെയുള്ളത് മാത്രമായിട്ട് നമ്മളതിനെ ഒതുക്കി നിർത്താൻ പാടില്ല. അത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഫൗണ്ടേഷനാണെന്നാണ് പറയുന്നത്. നമ്മൾ സ്ത്രീയോ പുരുഷനോ ആയിരിക്കുന്നത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പം വിവാഹത്തിലൂടെ നമ്മൾ ഈ സ്ക്രീനിൽ കാണാം, മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, 2361 പാരഗ്രാഫിൽ ദമ്പതികളുടേത് മാത്രമായ പ്രത്യേക പ്രവൃത്തികളിലൂടെ സ്ത്രീയും പുരുഷനും പരസ്പരം നൽകുന്നതിനുള്ള മാധ്യമമായ ലൈംഗികത, സെക്സ്,
വെറും ജീവശാസ്ത്രപരമായ എന്തോ ഒന്നല്ല. പിന്നെയോ മനുഷ്യ വ്യക്തിയെ അവൻ്റെ അന്തസത്തയിൽ എന്ന പോലെ സ്പർശിക്കുന്നതാണ്. ദി എസൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്. സ്ത്രീ പുരുഷന്മാരുടെ പൂർണ്ണവും മരണപര്യന്തവുമായ പരസ്പര സമർപ്പണമാകുന്ന സ്നേഹത്തിൻ്റെ സമഗ്ര ഘടകമാകയാൽ മാത്രമേ അത് മനുഷ്യോചിതമാം വിധം സാക്ഷാത്കരിക്കപ്പെടുന്നുള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അപ്പോൾ മാത്രമേ അത് സാക്ഷാത്കരിക്കപ്പെടുന്നുള്ളൂ. എന്താണ് റെസ്പോൺസിബിലിറ്റി? കമ്മിറ്റ്മെൻറ്റ്, ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്. അതിനാണ് നമ്മൾ വിവാഹത്തെക്കുറിച്ച്, ക്രിസ്തീയ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് അതൊരു കോൺട്രാക്റ്റ് അല്ല, അതൊരു കവനൻ്റ് ആണ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ കവനൻറ്റ്. ലൈഫ് ലോങ് ഒരു കവനൻ്റ് ആണ്. ആ കോൺട്രാക്റ്റ് നമുക്ക് എപ്പം വേണേലും ബ്രേക്ക് ചെയ്യാം. കവനൻ്റ് ഇറ്റ് ഈസ് അൺബ്രേക്കബിൾ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സെക്ഷുവാലിറ്റി കാണുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇളം തലമുറയിലുള്ള അല്ലെ നമ്മുടെ ഒരു ടാബു എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് മാറ്റി ഒരു ഓപ്പൺനെസ് അവരുടെ ഹൃദയത്തിന് കൊടുക്കാൻ പറ്റും. പിന്നീട് അപ്പോൾ നമുക്ക് സെക്സിനെ കുറിച്ചും ജെൻഡറിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഉറപ്പായിട്ടും ഈ എപ്പിസോഡ് കാണുന്ന എല്ലാ മാതാപിതാക്കൾക്കും അതിനുള്ളൊരു എന്താ പറയുന്നത് എനർജി കിട്ടട്ടെ അല്ലേ? അങ്ങനെ ഒരു ഡിസ്കഷൻ വീട്ടിൽ തുടങ്ങി വയ്ക്കാൻ ഒരു ചാൻസ് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാർ, ഒരു ചെറിയ പ്രാർത്ഥന. സ്നേഹനാഥനായ ഈശോയെ, ഇന്ന് ഞങ്ങളുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ സെക്സ് അല്ലെ സെക്ഷുവാലിറ്റി സംബന്ധമായ എല്ലാ വികൃതമായ ചിന്തകളെയും അതിന് വിക്ടിംസ് ആയിരിക്കുന്ന, അടിമകളായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ ഈ എപ്പിസോഡ് കാണുന്നവരും ഇതിനിയും കാണാനിരിക്കുന്നവരും അതുപോലെ ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും ഈ ഒരു നല്ല വാർത്ത, എന്താണ് കത്തോലിക്ക സഭയുടെ വീക്ഷണത്തിൽ സെക്സിനെ കുറിച്ച് പറയുന്നതെന്ന് മനസ്സിലാക്കി ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ ഈ മേഗാ മിസ്റ്ററി കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകാനുള്ള ഒരു യാത്രയായി അവരുടെ സെക്ഷൽ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സെക്ഷൽ അഡിക്ഷന് അടിമപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സെക്സ് പരമായിട്ടുള്ള എല്ലാ അഡിക്ഷനെയും ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് കഴുകി അവർക്ക് വേണ്ട സൗഖ്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഞാൻ ഈ അധ്യായം ആരംഭിച്ചപ്പോൾ കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുൻപിലിട്ടത് അല്ലേ? ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം നിങ്ങൾക്ക് വ്യക്തമായി എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇന്നു മുതൽ മാതാപിതാക്കളും മക്കളും അടങ്ങുന്ന ഒരു ഓപ്പൺ ഡിസ്കഷൻ സെക്സിനെ കുറിച്ച് നിങ്ങളുടെ ഭവനങ്ങളിൽ ഉരുത്തിരിയട്ടെ. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണും വരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. മറക്കരുത്, നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ് info@tobforlife.org.